10 വർഷത്തിനു ശേഷം കോളേജിലെ കൂട്ടുകാരെ കാണാനുള്ള ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തേത്. അതെ, ഇന്നൊരു റീയൂണിയൻ കഥയാണ്. 5 വർഷത്തെ കോളേജ് ജീവിതം തന്ന ഓർമ്മകളിലേക്കും അത് സമ്മാനിച്ച മനുഷ്യരിലേക്കും ഒരു തിരിച്ചുപോക്ക്. കാണേണ്ട സ്ഥലവും സമയവും ഒക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് എല്ലാവരെയും പ്രത്യേകം വിളിച്ചോർമ്മിപ്പിച്ച് 63 പേരിൽ 10-15ഓളം പേരെ കൃഷ്ണയും അഖിലും അഞ്ജുവും ചേർന്ന് വിജയകരമായി ഇവിടെ എത്തിച്ചു. ഇത്ര നാളും കാണുന്നതിൻ്റെ ഒരു വിടവും തോന്നിക്കാതെ എല്ലാവരും പഴയ കോളേജ് കാലത്തിലേക്കാണ് വന്നിറങ്ങിയത്. പഴയ വട്ടപ്പേരുകളും തമാശകളും ഒക്കെ തലപൊക്കി പൊട്ടിച്ചിരികൾ അവിടമാകെ നിറഞ്ഞു. രൂപവും ഭാവവും ജീവിത ചുറ്റുപാടുകളും ഒക്കെ മാറിയെങ്കിലും ഞങ്ങൾ കുറച്ചു മണിക്കൂറുകൾ പഴയ ഞങ്ങളായി. ഇതിനിടയിൽ പിള്ളേരിൽ നിന്ന് പലഹാരം എരന്നു വാങ്ങി ഏറിൽ കയറിയ മാമന്മാരുമുണ്ട് കേട്ടോ. പണ്ടത്തേതുപോലെ ഒരുപാട് സൊറ പറഞ്ഞ് ഭക്ഷണം കഴിച്ചും പിന്നീട് മണിക്കൂറുകളോളം പൂളിൽ കുത്തിമറിഞ്ഞും കൂട്ടത്തിൽ വന്നെത്തിയ ആൽഫ കിഡ്സിന്റെ സ്വിമ്മിംഗ് വൈദഗ്ധ്യം കണ്ട് മൂക്കത്തെ വിരൽ വെച്ചും പലവിധ വീഡിയോസും ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുത്തും ഒത്തുചേരാൻ കിട്ടിയ ആ അവസരം ഞങ്ങളങ്ങ് ശരിക്കും ആസ്വദിച്ചു. നിശ്ചയിച്ച സമയം കഴിഞ്ഞെന്നറിയാമെങ്കിലും അതിന് മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആരുടെയും. പോകാനിറങ്ങിയിട്ടും വട്ടം കൂടി സൊറ പറഞ്ഞു കൂട്ടി ഞങ്ങൾ. അടുത്ത കൂടിക്കാഴ്ച എങ്ങനെയാകണമെന്ന് പ്ലാൻ ചെയ്തു. ഇങ്ങനെയൊരു ദിവസം സമ്മാനിച്ച സംഘാടക സമിതിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി ഇടയ്ക്കിടെ വീണ്ടും ചിരിമാലകൾ പൊട്ടിച്ചു. പഴയകാലത്തെ കുത്തിത്തിരിപ്പുകൾ ഓർമ്മിപ്പിച്ച് പലരുടെയും സ്വൈര്യം കെടുത്തി. ഇത് കണ്ട് ബാക്കിയുള്ളവർ ആർത്തു ചിരിച്ചു. അവസാനം പോയേക്കാമെന്നുറപ്പിച്ച് എല്ലാവരും തിരിഞ്ഞു നടന്നു തുടങ്ങി. എന്നാൽ ഒരു ചായ കുടിച്ച് പിരിയാമെന്നായി അടുത്ത ഐഡിയ. എല്ലാവരും അതിലേക്ക് തിരിഞ്ഞു. എല്ലാ മനസ്സോടെ ഭാണ്ഡക്കെട്ടുകളും എടുത്ത് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. നല്ല ചൂട് ചായയും ജിഷ്ണുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ലൈറ്റ് അൽഫാമും ഒക്കെ അടിച്ച് ഞങ്ങൾ കുറച്ചു നേരം കൂടി ഒരുമിച്ച് ചെലവിട്ടു. എല്ലാരെയും കൈവീശി കാണിച്ച് ഇറങ്ങുമ്പോൾ കണ്ണു മങ്ങുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ കഥ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പക്ഷേ ഈ ചിത്രമാണുള്ളത്. ദൂരെ എന്തോ നോക്കി നിന്ന് എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് ഒരുപാട് സന്തോഷിച്ച് ഒരുമിച്ചുണ്ടായിരുന്ന ആ നിമിഷം. എനിക്കുറപ്പുണ്ട് അന്ന് അവിടെ കൂടിയ എല്ലാവരുടെയും മനസ്സിൽ ഈ ചിത്രമായിരിക്കും ഈ സമയം തെളിഞ്ഞു വരിക എന്ന്.